മലപ്പുറം തിരൂരിലെ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് തീപിടിച്ചപ്പോൾ തീയണയ്ക്കാൻ ഓടിയെത്തിയത് 3 മുസ്ലിം യുവാക്കളാണ്. നിങ്ങൾ ഈ തീപിടുത്തം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്? പെരുന്നാളിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാനുള്ള പോണ പോക്കാണിത്. അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുമ്പോഴാണ് ഈ പൂജാരി അടക്കം ഇവിടെ ഇങ്ങനെ തീ അണക്കാൻ ശ്രമിക്കുന്നതുണ്ട്. തിരൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് മുൻപിലാണ്. ഇവിടെ ഞാൻ വന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മുസ്ലിം സഹോദരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു ക്ഷേത്രം തീ പിടിച്ചപ്പോൾ അത് കെടുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് നൗഫലും മുഹമ്മദ് ബാസിലും റസലും കൂടി ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ക്ഷേത്രം ഇങ്ങനെ കത്തുന്നത് ഒരു കാഴ്ച കണ്ടത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഫ്ലെക്സിബിലിറ്റി ഉള്ള ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ മുകളിലേക്ക് കയറാൻ. ഇവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കയറാൻ അവർ റെഡി ആയിരുന്നു. അതുകൊണ്ട് തീ പടരുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇവരുടെ സഹായം വലിയ ഘടകമായി. പൂജാരിയും കുറച്ച് പേരും ഉള്ളത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുകളിലേക്ക് കയറാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും ഇവർ ഭയങ്കര ദൈവതിലരായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് ക്ഷേത്രത്തിലേക്ക് കയറാനൊരു പേടിയുണ്ട്. എന്ത് കണ്ടിട്ടാണെങ്കിലും തീ അണയ്ക്കാൻ സഹായിക്കാണ്ട് വെക്കാനും തോന്നുന്നില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ അവരവിടെ വണ്ടി നിർത്തിയിട്ട് നേരെ എന്ത് പണി ചെയ്തു, പൂജാരിയോട് വന്ന് ചോദിച്ചു, ഞങ്ങളോട് ഒന്ന് കടന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ പൂജാരി അനുവാദം കൊടുത്ത്. അപ്പോൾ അവിടെ ജാതിയോ മതമോ ഒന്നുമല്ല വലുത്. കാരണം ഇങ്ങനെ തീ അണയ്ക്കാനുള്ള ശ്രമം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ സഹോദരങ്ങൾ ഒത്തിരി തിരക്കിൽ പോവുകയാണ് പെരുന്നാളിൻ്റെ ഡ്രസ്സ് വാങ്ങാൻ പോലും. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ ഉള്ളിലുള്ള ഒരു മനുഷ്യത്വങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. വേറെ ചില ആളുകളൊക്കെ അങ്ങനെ വേർതിരിവായിട്ട് ചിന്തിക്കുകയാണെങ്കിലോ അല്ലേ? പക്ഷേ വേർതിരിവ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇവരാരും കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയുക റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നത്. ആ ഭാഗത്താണ് തീ പിടിച്ചത്. ഉണ്ടോ? ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അമ്പലം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഏകദേശം 100 വർഷങ്ങളൊക്കെ പഴക്കമുള്ള ഒരു വലിയൊരു അമ്പലമാണ്, പേര് കേട്ട ഒരു അമ്പലമാണ്. അപ്പോൾ എത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്ത ആ മുസ്ലിം സഹോദരങ്ങളോട് ഒരുപാട് നന്ദിയൊക്കെ നമ്മളെ ഭാഗത്തുനിന്ന് അറിയിക്കുകയാണ്. ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവൃത്തിയുടെ ഭാഗമാകാൻ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പം ഇത് തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നാടിൻ്റെ ഒരുപാട് പ്രിയപ്പെട്ടവർ കൂടെ അവരുടെയൊക്കെ ഒരു വലിയൊരു സഹായം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറന്ന് അവർ മുന്നോട്ട് ഇറങ്ങി വന്നുകൊണ്ട് കൂടെ കൂടിയപ്പോൾ ഒന്നും കൂടി അതിനൊരു കുളിർമായി. ശരിക്കും ഒരു രോമാഞ്ചിഫിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രവൃത്തി ആയതുകൊണ്ട് ഇതെല്ലാവരും മാതൃകയാക്കുക. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അല്ലേ? നമുക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഏഷ്യനെറ്റ് ഒരുപാട് ചാനലുകളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വീട്ടിലേക്ക് എനിക്ക് പോകണം, അവരെ പ്രത്യേകം അഭിനന്ദിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരിവിടെ അല്ല, ഏകദേശം തൃക്കലങ്ങോടോ അങ്ങോട്ട് ആ പൊന്നാനി റോട്ടിലാണ് അവരുടെ വീട്. അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല, ഒരു 10 കിലോമീറ്റർ അപ്പുറമാണ്. നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നൗഫൽ, ബാസിൽ, റസൽ എന്നീ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. എന്തായാലും നിങ്ങളൊക്കെ ഇടപെടലുകളുണ്ട്. കുറഞ്ഞ രീതിയിലാണ് തീ കത്തിയിട്ടുള്ളൂ ക്ഷേത്രത്തിന്. ഒരുപാട് സന്തോഷം. ഇതൊക്കെ എല്ലാവരും ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രവൃത്തി എന്നുള്ളതാണ്. ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് ഇതുപോലുള്ള പേര് മുന്നോട്ട് വരട്ടെ, എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഞാനും ഇത് കണ്ടിട്ട് അഭിമാനം കൊണ്ടിട്ട് തന്നെയാണ് ഒരു 10-24 കിലോമീറ്റർ താണ്ടിയിട്ട് ഇവിടെ ഓടി വന്നിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ മുന്നോട്ട് വന്ന ആ യുവാക്കളൊക്കെ കാര്യങ്ങൾ പ്രത്യേകം പറയണമെന്ന് വിചാരിച്ചിട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചാളിട്ടോ. നല്ലൊരു പ്രവൃത്തിയായിരുന്നു കേട്ടോ. പിന്നെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വരുമുണ്ട്. തിരൂരാണ്, വേട്ടക്കുരുമകൻ കാവ് എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. വേറൊന്നും പറയാനില്ല. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ നല്ലൊരു പ്രവൃത്തിയാണ്. മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവർ, ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും നല്ല പ്രവൃത്തി എത്തിക്കട്ടോ.